ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും ജാസ്മിൻ വളരെ ഇമോഷണൽ ആയിട്ടാണ് അതൊക്കെ നോക്കി കാണുന്നത്. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും തന്റെ അച്ഛനും അമ്മയുമാണ് വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വരുന്ന ജാസ്മിനെ നമ്മൾ എല്ലാ പ്രമോകളിലും അതുപോലെ തന്നെ എല്ലാ എപ്പിസോഡുകളിലും കണ്ടു കാണും. പക്ഷേ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഫാമിലി വീക്കിൽ വന്നപ്പോൾ അതൊരൊന്നൊന്നര വരവായിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ വരണ്ടിയില്ലായിരുന്നു എന്ന് ജാസ്മിൻ മനസ്സിലെങ്കിലും വിചാരിച്ചു കാണും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ ബിഗ് ബോസ് ഹൗസിലാണ് ഉള്ളത്. ജാസ്മിന്റെ വാപ്പയും ഉമ്മയുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. നിങ്ങൾ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ജാഫർ ഖാൻ, ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് മക്കളെ. എല്ലാം കൊണ്ടും ജാസ്മിന് ഒരു തോൽവിയാവുന്ന ഒരു എപ്പിസോഡായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും എടുത്ത് സംസാരിക്കുന്ന ജാസ്മിന്റെ വാപ്പയെ നമുക്ക് കാണാൻ കഴിയും. ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന ഉമ്മയും വാപ്പയും നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പൊട്ടിക്കരയുന്ന ജാസ്മിനെ കാണാൻ സാധിക്കും. ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറി ദൂരെ കളയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ജാസ്മിന്റെ വാപ്പ. ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ച ഒരു വിഷ്വലാണത്. കാരണം എന്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സന്തോഷമോ സങ്കടമോ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഫൈറ്റോ എന്ത് നടന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ താലോലിക്കുക, കൊഞ്ചിക്കുക, സങ്കടം പറയുക, അങ്ങനെ ഒരുമാതിരി കോപ്രായമാണ് ജാസ്മിനോടെ കാണിച്ചു കൂട്ടുന്നത്. തൊട്ടപ്പുറം അനിയനും അച്ഛനും അമ്മയൊക്കെ കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് നോക്കിയിട്ട് ഇതുവരെയും ഒരു സങ്കടവും പറഞ്ഞിട്ടില്ല, ഒരു സന്തോഷങ്ങളും പങ്കുവച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്രയേറെ ഇമോഷണൽ ആവുന്നത്? എവിടെ നിന്ന് വരുന്നു എന്നാവും ഈ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായ സമയത്ത് പോലും ഇതുപോലെ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഗബ്രിയെ ഇത്രയും ഇമോഷണൽ ആയിട്ട് ഗബ്രിയോട് ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുന്ന ജാസ്മിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മാതിരി പരിപാടിയാണ്. ഈ സഹതാപത തരംഗം വോട്ട് കിട്ടാൻ വേണ്ടിയാണോ ജാസ്മിൻ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗബ്രിയുടെ ഫോട്ടോയെ താലോലിച്ച് കൊഞ്ചിച്ചൊക്കെയാണ് ജാസ്മിൻ കുറെ എപ്പിസോഡുകളിൽ അച്ഛനും അമ്മയല്ലേ അവർക്ക് മടുത്ത് കാണും എന്താണ് ഇവൾ ഈ കാണിച്ചു കൂട്ടുന്നത്. കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോന് ശേഷം പുറത്തിറങ്ങി ജീവിക്കാനുള്ള ഒരു കൊച്ചാണ്. ഇവളിങ്ങനെ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഏകദേശം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സലായിട്ടുള്ള കല്യാണം ഇത് അഫ്സൽ വേണ്ട, എനിക്കിങ്ങനെ ഒരു പെൺകുട്ടിയെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഫ്സലും അതിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഈ കാര്യങ്ങളും ജാസ്മിന്റെ വാപ്പ ചെന്ന് പറയുകയാണെങ്കിൽ, അതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അഥവാ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെന്റലി നല്ല രീതിയിൽ ജാസ്മിൻ ഡൗൺ ആയി പോകും. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്ന സമയത്ത് ടോപ്പ് 5 ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ. ഇങ്ങനെ ഒരു വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജാസ്മിൻ മെന്റലി ഡൗൺ ആവുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യം ശരി തന്നെയാണ്. ജാസ്മിന്റെ ഫാദർ വന്നിട്ട് ഈ പറയുന്ന ഗബ്രിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കീറിക്കളഞ്ഞു എന്നാണ് അറിയുന്നത്. കീറിക്കളഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ന്യൂസും കാര്യങ്ങളും പരക്കുന്നത്. അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അതവിടെ നിന്ന് മാറ്റിയെന്നാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിലുള്ള കരച്ചിലും പിഴിച്ചിലും സ്നേഹവും സന്തോഷവും ഒക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. ജാസ്മിന്റെ ഫാമിലിക്കൊപ്പം ജാസ്മിന്റെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള റസ്മിന്റെ ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. അവരുടേതായിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡാണ് വരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഈ പറയുന്ന എവിക്ഷനും കാര്യങ്ങളും ഷൂട്ട് ചെയ്യും. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ ഷൂട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജാസ്മിന്റെ ഫാമിലി നാളെ വരികയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി വരുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തികളോട് ഒക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.